നിങ്ങൾ ഷുഗറുള്ള ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ഡയബറ്റീസ് ഉള്ളവരുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഷുഗർ ബോർഡർ ലൈൻ ആണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഷുഗർ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 3 വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് എത്ര സമയമില്ലെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വോക്ക് ആഫ്റ്റർ എവരി മീൽ. അതായത് നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണോ, നിങ്ങൾ ഓരോ തവണയും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് നടക്കണമെന്നേ ഉള്ളൂ. എവിടെ വേണമെങ്കിലും നടക്കാം, വീടിന് വെളിയിലോ റോഡിലോ പറമ്പിലോ ഒന്നും നടക്കണമെന്നില്ല, വീട്ടിനകത്തായാലും 10 മിനിറ്റ് നടക്കുക. റിസർച്ച് ഷോസ് ആഹാരത്തിന് ശേഷം, അതായത് ഓരോ മീലിന് ശേഷവും നിങ്ങൾ 10 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ സ്പൈക്ക് 20 to 35% കുറയും. സോ അതുവഴി തന്നെ നിങ്ങളുടെ HbA1c കുറയുകയും നിങ്ങളുടെ ഷുഗർ കുറേ കൂടെ എളുപ്പത്തിൽ കൺട്രോൾ ആവുകയും ചെയ്യും. സോ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് 3 നേരവും നടന്നോളുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്ലീപ്പാണ്. ഇതെന്ന് പറയുന്നത് എല്ലാവരോടും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഏത് ക്രോണിക് ഇൽനെസ് ഉണ്ടെങ്കിലും, അത് ഷുഗർ ആണെങ്കിൽ എസ്പെഷ്യലി ഷുഗറോ തൈറോയിഡോ പോലുള്ള എൻഡോക്രൈൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും മസ്റ്റായിട്ട് 6 to 7 hours 6 to 7 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങിയിരിക്കണം. അത് ഉറങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഉറങ്ങാൻ പോകുന്നത് ഉറങ്ങുന്നതിന് 3/4 മണിക്കൂർ മുന്നേ ബ്ലൂ ലൈറ്റ് ആയിട്ടുള്ള എക്സ്പോഷർ പരമാവധി കട്ട് ചെയ്യുക. അതായത് ഫോണും TV മാറ്റി വെച്ച് 3/4 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങാവൂ. മൂന്നാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, അത് ഏത് അഡിക്ഷനോ, സ്മോക്കിംഗ് ആൽക്കഹോളാണെങ്കിൽ പിന്നെ പറയണ്ട, മദ്യപാനമോ സിഗരറ്റ് വലിയോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ മദ്യപാനമാണ് ഇതിൽ ഏറ്റവും പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യപിക്കുമ്പോൾ നമ്മുടെ ട്രൈഗ്ലിസറൈഡ് കൂടും, നമ്മുടെ ബ്ലഡിനകത്ത് ട്രൈഗ്ലിസറൈഡ് കൂടും, അതുവഴി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, നിങ്ങൾ മദ്യപിക്കുമ്പോൾ നിങ്ങളുടെ ലിവർ ഓൾറെഡി വീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈവൻ ഇഫ് നമ്മുടെ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചാലും മരുന്നിൻ്റെ എഫിഷ്യൻസി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വയറ്റിനകത്ത് ഗട്ട് മൈക്രോബയോമും കുറയും. അത് കൂടാതെ കുറച്ച് പാൻക്രിയാറ്റൈറ്റിസും വരും. അത് കാരണവും നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആവത്തില്ല. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അഡിക്ഷൻസ് എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ പരമാവധി അഡിക്ഷൻ കുറയ്ക്കുക. സോ ഈ 3 കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്തോളുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനായിട്ട് പറയുന്നൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഇൻഫർമേഷൻ കിട്ടി അത് കൺഫേം ചെയ്യുക. അതിപ്പോൾ ഏത് അസുഖത്തിനെ കുറിച്ചാണെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ എന്നെ ഫിസിക്കലി കാണാത്ത ഒരാളാണ്, ഞാൻ ഡോക്ടറാണെന്ന് പോലും നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. അതായത് നിങ്ങൾ എന്നെ കാണാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയ എന്നാണെങ്കിലും അപ്പുറത്തെ കുമാരൻ ചേട്ടൻ പറയുന്നതാണെങ്കിലും അത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യാതെ ഒരിക്കലും അത് ഫോളോ ചെയ്യാൻ നോക്കരുത്. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള നിങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഡോക്ടറെ കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ളതാണോ എന്ന് കൺഫേം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈയിടെയായിട്ട് ഈ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ അടുത്ത് നടന്നൊരു കാര്യം പറയാം, ഒരുപാട് പേര് മധുരക്കിഴങ്ങ് ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞ് കിലോ കണക്കിന് മധുരക്കിഴങ്ങ് വാങ്ങി കഴിച്ചിട്ട് ഷുഗർ കൂടിയിട്ട് ഡയബറ്റിക് കീറ്റോസിറോസിസ് വരെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ ഒരുപാട് പേരെ എനിക്ക് തന്നെ അറിയാം. ഇത് എവിടുന്ന് വന്നു എന്ന് പോലും അറിയത്തില്ല ഇൻഫർമേഷൻ. ഓരോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ഇൻഫർമേഷൻസാണ്. സോ അത് വിശ്വസിച്ചാൽ നിങ്ങളുടെ സമയവും ശരീരവും എല്ലാം നഷ്ടപ്പെടും. സോ അതുകൊണ്ട് ഇൻഫർമേഷൻ എവിടെ നിന്നാണെങ്കിലും അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വിശ്വസിക്കുക.